ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. ഭരണഘടന 131 ഭേദഗതി ബിൽ 2026, കേന്ദ്രഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബിൽ 2026, ഡീലിമിറ്റേഷൻ ബിൽ 2026 എന്നിവയിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ് ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലുകളിന്മേലുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ലോക്സഭയിൽ ബിൽ പാസ്സായാൽ നാളെ രാജ്യസഭയിൽ ചർച്ച ചെയ്യും. അതേസമയം വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിക്കരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സംവരണം ഉടൻ നടപ്പിലാക്കുന്നതിന് പകരം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലേക്ക് ഇതിനെ വലിച്ചിഴയ്ക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണെന്ന് കോൺഗ്രസ് MP ശശി തരൂർ ആരോപിച്ചു. 2023 106 ഭരണഘടനാ ഭേദഗതി നിയമം നാരി ശക്തി വന്ദൻ അധിനിയം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. വനിതാ സംവരണ നിയമം 2023 ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ സാധിക്കാതെ പോയവ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനാണ് നാരി ശക്തി വന്ദൻ അധിനിയം വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റരുതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭാ ഉപാധ്യക്ഷനായി നോമിനേറ്റഡ് അംഗം ഹരിവംശിനെ വീണ്ടും തിരഞ്ഞെടുത്തു. ഇത് 3ാം തവണയാണ് അദ്ദേഹം ഉപാധ്യക്ഷ പദവിയിലെത്തുന്നത്. ഇത് സംബന്ധിച്ച പ്രമേയം കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് അവതരിപ്പിച്ചത്. BJP MP S. ഫാഗ്നോൺകൊന്യാൻ പ്രമേയത്തെ പിന്തുണച്ചു. പക്വതയോടെ സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഹരിവംശെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. രാജ്യസഭാ ഉപാധ്യക്ഷനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഹരിവംശ് നാരായൺ സിംഗിനെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും അഭിനന്ദിച്ചു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജിതം. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. 2ാം ഘട്ട പോളിംഗ് ഈ മാസം 29-ന് നടക്കും. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഇന്ന് 2 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. റോഡ് ഷോയിലും മമതാ ബാനർജി പങ്കെടുക്കും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് പശ്ചിമബംഗാളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ ശ്രീലങ്കയിലെത്തും. ശ്രീലങ്കയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. സന്ദർശന വേളയിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായക, ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരണി അമരസൂര്യ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ശ്രീലങ്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കളെയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറം വഴിയോ ആണ് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. മൻ കി ബാത്തിന്റെ 133-ാം പതിപ്പ് ഈ മാസം 26-ന് ദൂരദർശനിലും ആകാശവാണിയിലും ലഭ്യമാകും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഉന്നതതല സംഘം പരിശോധന നടത്തി. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ ദന്തൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടി. അതേസമയം സംഭവത്തിൽ കുറ്റാരോപിതരായ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി ഈ മാസം 22-ന് പരിഗണിക്കും. അതേസമയം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഞായറാഴ്ച വരെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ അടയ്ക്കും. സഹസ്ര കലശാഭിഷേകത്തോടെയാണ് ഇത്തവണ വിഷുപൂജ പൂർത്തിയാക്കുന്നത്. നാളെ അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി 10-ന് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.